പുതുയുഗയാത്രയുമായി കേരളം തിരിച്ചുപിടിക്കാൻ, കേരളത്തിൽ തിരികെ അധികാരത്തിലെത്താൻ ഓടി നടക്കുകയാണ് വി.ഡി. സതീശനും ടീമും. സുനിൽ കനകോലുവിൻ്റെ തന്ത്രങ്ങളനുസരിച്ച് പുതുയുഗയാത്ര നയിക്കുന്നു വി.ഡി. സതീശൻ. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിക്കൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മണിശങ്കർ അയ്യർ രംഗത്ത് എത്തിയിരിക്കുന്നു. UDF കേരളം ഭരിക്കില്ല എന്നും കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുമെന്നും മണിശങ്കർ അയ്യർ അസന്നിഗ്ധമായി പറഞ്ഞു. UDF കേരളം പിടിക്കാൻ തീവ്ര ശ്രമം നടത്തവെയാണ് പിന്നിൽ നിന്നും കുത്തിയിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. അടുത്ത മുഖ്യമന്ത്രി പിണറായി തന്നെയെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞാണ് മുൻ കേന്ദ്രമന്ത്രി രംഗത്ത് വന്നത്. ആസൂത്രണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര കോൺഗ്രസിന്റെ ഉദ്ഘാടന വേളയിലാണ് മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തിയും കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചും മണിശങ്കർ അയ്യർ രംഗത്ത് എത്തിയത്. പഞ്ചായത്തി രാജ് സംവിധാനവും അതുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതിയെയും കുറിച്ച് പരാമർശിക്കുന്നതിനിടയിലാണ് അടുത്ത മുഖ്യമന്ത്രിയും ഇദ്ദേഹമായിരിക്കുമെന്ന ആമുഖത്തോടെ, അതായത് പിണറായി വിജയനായിരിക്കുമെന്ന ആമുഖത്തോടെ മണിശങ്കർ അയ്യർ പ്രസംഗം തുടങ്ങിയത്. രാജ്യത്ത് പഞ്ചായത്തി രാജ് വ്യവസ്ഥയ്ക്ക് വേണ്ടി വാദിക്കാൻ ഇന്ന് മറ്റാരുമില്ല. കോൺഗ്രസ് അത് കൈവിട്ടു. ഏറ്റവും പാവപ്പെട്ടവന് പോലും ഇത് തൻ്റെ രാജ്യമാണെന്നും രാജ്യനിർമ്മാണത്തിന് തനിക്ക് നിർണായകമായ ശബ്ദമുണ്ടെന്നും തോന്നുന്ന ഒരു ഇന്ത്യ, ആ ഇന്ത്യയായിരുന്നു ഗാന്ധിജിയുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിച്ച ഏക സംസ്ഥാനം മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളമാണെന്നും അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തുടർ ഭരണം ലഭിക്കുമെന്നും മണിശങ്കർ അയ്യർ വെച്ചുകാച്ചി. ഇതോടെ കോൺഗ്രസ് ആപ്പിലായിരിക്കുകയാണ്. തലമുതിർന്ന കോൺഗ്രസ് നേതാവാണ് മണിശങ്കർ അയ്യർ. മുൻ കേന്ദ്രമന്ത്രിയാണ് മണിശങ്കർ അയ്യർ. സോണിയാഗാന്ധിയുടെ വിശ്വസ്തനാണ് മണിശങ്കർ അയ്യർ. അദ്ദേഹമാണ് മാർക്സിസ്റ്റ് പാർട്ടി, അതായത് CPM വീണ്ടും കേരളം ഭരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. ഈ പ്രസംഗം വരും ദിവസങ്ങളിൽ വലിയ കോളിളക്കം ഉണ്ടാക്കും. LDF ഇത് പ്രചരണ ആയുധമാക്കി മാറ്റും. ഗാന്ധി വിഭാവനം ചെയ്ത പഞ്ചായത്തി രാജ് എന്ന പ്രസ്ഥാനം, ഗാന്ധി വിഭാവനം ചെയ്ത പാവപ്പെട്ടവരുടെ ഇന്ത്യ എന്ന പ്രസ്ഥാനം, ആ പാവപ്പെട്ടവരുടെ ഇന്ത്യ എന്ന ആശയം നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നാണ് മണിശങ്കർ അയ്യർ പറഞ്ഞിരിക്കുന്നത്. ചില്ലറ കാര്യമല്ല. കോൺഗ്രസിന് ദിശാബോധം നഷ്ടപ്പെട്ടു പോയെന്നും അദ്ദേഹം പറഞ്ഞു. പണ്ടുകാലത്ത് കോൺഗ്രസിന് ദിശാബോധം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് ആ ബാറ്റൺ ഇടതുമുന്നണിക്ക് കൈമാറി കഴിഞ്ഞു. ദിശാബോധമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് ഇന്ത്യയിൽ അധപതിച്ചുവെന്നും മണിശങ്കർ അയ്യർ പറയുമ്പോൾ അത് CPMന് ഇരട്ടി മധുരമായി മാറുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതുവരെ കാണുന്നതിലപ്പുറം ആവേശത്തിരയിളക്കമുള്ള തെരഞ്ഞെടുപ്പാണ്. ഇരു പാർട്ടികളും അധികാരം പിടിക്കാൻ സകല തന്ത്രങ്ങളും പയറ്റും എന്നുള്ളത് ഉറപ്പാണ്. NDAയും സീറ്റുകൾ നേടാൻ വേണ്ടി ശക്തമായ പോരാട്ടത്തിലാണ്. അതിനിടയിലാണ് മണിശങ്കർ അയ്യർ വിവാദ പ്രസ്താവനയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. മണിശങ്കർ അയ്യരുടെ പ്രസ്താവന CPM സൈബറിടങ്ങൾ ഇപ്പോൾ ആഘോഷിക്കുകയാണ്. മണിശങ്കർ അയ്യർ പിണറായി വിജയനെ പുകഴ്ത്തിയിരിക്കുന്നു. ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഒരിക്കലും ചെയ്യരുതാത്ത ഒരു നടപടിയാണ് മണിശങ്കർ അയ്യർ ചെയ്തതെങ്കിലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് സാധിക്കില്ല. കാരണം അദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെയുണ്ട്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. പാവപ്പെട്ടവർക്ക് വീട് ലഭിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതി വഴി വീട് ലഭ്യമാക്കിയ ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. കേരളം പുരോഗതിയുടെ പാതയിലേക്കാണ്. കേന്ദ്രം പണം തരാതെ ഞെരുക്കിയിട്ടും പിണറായി സർക്കാർ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ക്ഷേമ പെൻഷൻ അടക്കമുള്ള ക്ഷേമ പരിപാടികളുമായി പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെയാണ് മണിശങ്കർ അയ്യരെ ഇത് പറയാൻ പ്രേരിപ്പിച്ചത് എന്നത് വാസ്തവം. എന്തായാലും മണിശങ്കർ അയ്യർ പറയാനുള്ളത് പച്ചയ്ക്ക് പറഞ്ഞു. അതിൻ്റെ പ്രതിഫലനത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ മണിശങ്കർ അയ്യരുടെ ഈ പ്രസ്താവന വലിയ നാണക്കേടായിരിക്കുന്നു കോൺഗ്രസിന്.
കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ്, കോൺഗ്രസുകാർ ഗുരുസ്ഥാനീയനായി കരുതുന്ന നേതാവ്. ആ നേതാവാണ് പിണറായി വിജയനെ വാനോളം പുകഴ്ത്തി രംഗത്ത് എത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി. ഇത് ഇടതുപക്ഷം ആയുധമാക്കുമ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലാകും എന്നുള്ളത് ഉറപ്പാണ്. മണിശങ്കർ അയ്യരെ പോലെ മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോഴത്തെ തലമുതിർന്ന നേതാവും ഒക്കെ പിണറായി സർക്കാരിനെ പുകഴ്ത്തുമ്പോൾ അതിന് അതിന് പ്രതിരോധം തീർക്കാൻ BD സതീശനും ടീമിനും ഏറെ പണിപ്പെടേണ്ടി വരും. ഓരോ അവസരവും വിനിയോഗിക്കാൻ ശ്രമിക്കുകയാണ് സുനിൽ കനകുലുവിൻ്റെ നേതൃത്വത്തിലുള്ള PR ടീം. പുതിയ യാത്ര വലിയ ഒരു സംഭവമാക്കി മാറ്റാൻ BD സതീശനും സുനിൽ കനകുലുവിനും സാധിച്ചു. പുതിയ യാത്ര വളരെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മണിശങ്കർ അയ്യരുടെ വാക്കുകൾ അഗ്നിശാപം പോലെ വന്ന് വീണിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി, CPM സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിൻ്റെ ദിവസങ്ങൾ.